സ്മോക്കിംഗ് ചെയ്യുന്നവർ ഡെന്റൽ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയാലോ നമുക്ക്. സ്മോക്കേഴ്സിന് വേപ്പേഴ്സിൻ്റെ നിക്കോട്ടിൻ കണ്ടന്റ് മൂലം നിങ്ങളുടെ വായിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, അതുപോലെ ലോക്കൽ അനസ്തെറ്റിക് സ്പ്രേകൾ, ഇതൊന്നും എഫക്റ്റീവ് വരാൻ വളരെയധികം സാധ്യത കുറവാണ്. 2-3 തവണയൊക്കെ നമ്മൾ സ്മോക്കേഴ്സിന് അഡീഷണൽ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ അനസ്തേഷ്യൻ്റെ ഒക്കെ മെക്കാനിസം ഓഫ് ആക്ഷന് ഡിലേ ആക്കും സ്മോക്കേഴ്സിനൊക്കെ. കാരണം നിങ്ങളുടെ സ്കിന്നിലും അല്ലെങ്കിൽ വായിലുള്ള നിക്കോട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനത്തെ ആളുകളിൽ പല്ല് ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും കൂടുതലാവും. അഥവാ പല്ലൊക്കെ പറിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പല്ല് പറിച്ച് കഴിഞ്ഞിട്ട് മുറി ഉണങ്ങാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ ഡ്രൈ സോക്കറ്റിനും ഇത് കാരണമാവാറുണ്ട്. ഇനി സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കിംഗ് നിർത്താനൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഡെന്റൽ ക്ലിനിക്കിൽ വരുമ്പോൾ 48 മണിക്കൂർ മുമ്പെങ്കിലും സ്മോക്കിംഗ് നിർത്തിയിരിക്കണം. ഇത് നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ സക്സസിനും അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിന് കുറക്കാനും സഹായിക്കും. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്